ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഗിഫ്റ്റ്സ് ആൻഡ് the power, the work, all that we are learning about the Holy Spirit of God. Because നമ്മളിത് പഠിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, ഹോളി സ്പിരിറ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ നമ്മൾ നയിക്കുന്നത്, നമ്മുടെ സഹായിയായിട്ട്, നമ്മുടെ ഫ്രണ്ടായിട്ട്, നമ്മുടെ കംഫർട്ടറായിട്ട്, ഗൈഡായിട്ട്, ടീച്ചറായിട്ട്, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ, സ്പിരിറ്റ് ഓഫ് പവർ, എല്ലാം ഹോളി സ്പിരിറ്റാണ്. അതാണ് നമ്മൾ കണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടു ഹി ഈസ് ദ സ്പിരിറ്റ് ഓഫ് നോളജ് എന്ന്. ജ്ഞാനത്തിൻ്റെ ഒരാത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ റോമൻസ് 11:33 വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് എക്സ്ക്ലമേഷൻ മാർക്കാണ്. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവർ ആർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. So this is what Paul has written to Romans. Oh, the depth of the riches, both of the wisdom and knowledge of God. How unsearchable are his judgment and his ways past finding out. അപ്പോൾ who has known the mind of God? Nobody. We cannot understand the depth of the wisdom, the depth of the love. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് പൗലോസ്ലിയ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹത്വം, സ്നേഹവും എല്ലാം, ജ്ഞാനവും ധനവും എല്ലാം മനസ്സിലാക്കാൻ നിങ്ങളെ ദൈവം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. So today we want to see that Holy Spirit is a spirit of healing. എത്ര പേർക്ക് സൗഖ്യം വേണം? പരിശുദ്ധാത്മാവ് നമുക്ക് സൗഖ്യത്തിൻ്റെ ആത്മാവാണ്, സൗഖ്യം തരുന്ന ആത്മാവാണ്. യേശു ഏതെങ്കിലും ഹീലിംഗ് മിനിസ്ട്രി, യേശു മിനിസ്ട്രി ചെയ്ത് മുഴുവൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ദെൻ ഹി ഡിഡ് ഓൾ ദ മിനിസ്ട്രീസ്. അതുകൊണ്ട് ഇന്നും അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും മിനിസ്ട്രി ചെയ്യണമെങ്കിൽ ദൈവത്തിന് എല്ലാ മഹത്വം കൊടുത്ത്, കർത്താവിനാലാണ് നമ്മളെ, ഈ പരിശുദ്ധാത്മാവാണ് നമ്മൾ കൂടി എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുന്നത്. ആരാണ്? പരിശുദ്ധാത്മാവ്. അത് കാരണമാണ് ഹോളി സ്പിരിറ്റിനെ നമ്മൾ കൂട്ടായിട്ട് പിടിക്കണം എന്ന് പറയുന്നത്. സോ 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 4-ാം വാക്യം, 4-ഉം അതിൻ്റെ 9-ഉം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: There are diversities of gifts, but the same Spirit gives one faith, to another gifts of healing എന്ന്. 9 gifts ഉണ്ട്, 9 വരങ്ങളുണ്ട്. അതിൽ one of the gifts is the gift of healing. നമുക്കതുണ്ട്. നിങ്ങൾ രോഗിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർ സൗഖ്യമാകുമെന്ന് യേശു പറഞ്ഞു എങ്കിൽ നമുക്കും ആ ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീരപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഒരുവന് സൗഖ്യത്തിൻ്റെ ആത്മാവ് ദൈവം കൊടുത്തിരിക്കുന്നു എന്ന്. ദ ഹീലിംഗ് സ്പിരിറ്റ്. 9-ാമത്തെ വചനമുണ്ട്, ഒരുത്തിന് ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. അങ്ങനെ രോഗശാന്തിയുടെ വരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾക്കും തരും. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം ആകും, സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുകയും, മർക്കോസിൻ്റെ സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വാസിക്കത്തവൻ എന്താ? നരകത്തിൽ. അല്ലേ? അവർക്ക് നാശമാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് 17-ാം വാക്യത്തിൽ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന്. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് പുറത്താക്കാൻ സാധിക്കും, അങ്ങനെ യു ക്യാൻ കാസ്റ്റ് ഔട്ട് ഡീമൻസ്, യു ക്യാൻ ഹീൽ ദ സിക്ക്. ഇതെല്ലാം ചെയ്യാം എന്നാണ് പറയുന്നത് വിശ്വസിക്കുന്ന ഒരാൾ. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18 പറയുകയാണ് ജീസസ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, because he has anointed me to preach the gospel and to heal the broken hearted. Heal the broken hearted. തകർന്ന ഹൃദയത്തെ നമ്മൾ മുറിവ് കെട്ടണം. എത്ര പേര് മുറിവുള്ളവരുണ്ടല്ലേ? നമ്മളവരെ ഹീൽ ചെയ്യണം.
നമുക്ക് ആ വിളിയുണ്ട്, നമുക്ക് ആ തിരഞ്ഞെടുപ്പുണ്ട്. യേശുവിൻ്റെ സ്വഭാവം, യേശു വരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ സ്വഭാവമാണ് വരുന്നത്. കമ്പാഷൻ വരും. എത്രയോ പേര് അവർ കരയുമ്പോൾ മാർത്ത മേരി കരഞ്ഞപ്പോൾ യേശുവും കരഞ്ഞു, കണ്ണുനീർ വാർത്തു. യേശുവിന് അറിയാമായിരുന്നു ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന് അറിയായിരുന്നു. പക്ഷേ എന്നിട്ടും അവരോടുകൂടി കണ്ണുനീർ വാർത്ത ദൈവമാണ്. നിങ്ങൾ കരയുന്നവരോട് കരയുക, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക എന്നാണ് ബൈബിൾ പറയുന്നത്. എത്ര പേർക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഒരു അലിവ് തോന്നും, ഒരു മനസ്സലിവ് തോന്നും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ട് എന്നുള്ള അതിൻ്റെ തെളിവ് അതാണ്. ദാറ്റ് ഈസ് ദ പ്രൂഫ്. നമ്മൾ ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ്, ഹീൽ ദ സിക്ക്. ഈ ഫിസിക്കൽ ഹീലിംഗ് വേണം, ഇന്നർ ഹീലിംഗ് ഒത്തിരി പേർക്ക് വേണം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ ഉള്ളിൽ ഒത്തിരി ഹേർട്ടുകൾ നടക്കുന്നവരുണ്ട്. അത് ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട്. ആ മുറിവ് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. അതൊക്കെ മാറ്റണം. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹീൽ ചെയ്യും. ആമേൻ. പരിശുദ്ധാത്മാവ് ഈസ് ദ കംഫർട്ടർ, ഈസ് ദ കൺസോളർ. അപ്പം നിങ്ങളെ സൂതിങ് സ്പിരിറ്റാണ്, നിങ്ങൾക്ക് ഒരു ആശ്വാസദായകനാണ് യേശു, പരിശുദ്ധാത്മാവായ ദൈവം. സോ ജീസസ് സെഡ്, I am sent. The spirit of the Lord is upon me. ഹോളി സ്പിരിറ്റ് എൻ്റെ മേലുണ്ട്. എന്തിനാണ്? ഒന്നാമത് തന്നെ ടു പ്രീച്ച് ദ ഗോസ്പൽ, പിന്നെ ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ്. എൻ്റെ പേരാണ് ഈ ലോകത്തിൽ ഇങ്ങനെ നിരാശയിൽ ജീവിക്കുന്നവരല്ലേ. എന്തിനാ ഈ ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് എത്രയോ പേര് അങ്ങനെ തകർന്ന ഹൃദയത്തോടെ നടക്കുന്ന അവരെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കണം. ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു ദാറ്റ്. സിക്ക് പീപ്പിൾ ആർ ബ്രോക്കൺ ഹാർട്ടഡ്. ഈ രോഗമുള്ളവർക്കെല്ലാം ബ്രോക്കൺ ഹാർട്ടാണ്, അവർക്കെല്ലാം തകർന്ന ഹൃദയമാണ്. ഒരു വുമൺ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ, 12 സംവത്സരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു, ഹെമറേജ്. ഷി വാസ് ഫുള്ളി ബ്രോക്കൺ. എല്ലാ പണവും തീർന്നു. എല്ലാവരും അവളെ എഴുതി തള്ളി. അവളെ കൊണ്ട് കുടുംബജീവിതം പറ്റിയല്ല, കുട്ടികളെ പ്രസവിക്കാൻ പറ്റിയല്ല, അവൾക്ക് മാരീഡ് ലൈഫ് ഉണ്ടാകില്ല. ഇങ്ങനെ തള്ളിക്കളഞ്ഞ ഒരാളാണ് യേശു. ആമേൻ. യേശുവിന് അവൾ ചെന്ന് അവളുടെ വിശ്വാസം കൊണ്ട് അവൾ ആ ക്രൗഡിൽ കൂടി പോയി യേശുവിൻ്റെ വസ്ത്രം തൊട്ടതേ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി പവർ വെൻ്റ് ഔട്ട് ഓഫ് ജീസസ്. ശക്തി, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. വെൻ്റ് ഔട്ട് ഓഫ് ജീസസ് ആൻഡ് ഷി വാസ് ഇമ്മീഡിയറ്റ്ലി ഹീൽഡ്. ദ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്ഡ്. അങ്ങനെ ജീസസ് ഈസ് ദ ഇൻസ്റ്റൻറ്റ് ഹീലറാണ്. യേശു എന്തിനാണ് നമുക്ക് വേണ്ടി 39 ചാട്ടവാറടി ഏറ്റു അല്ലേ. യേശുവിൻ്റെ ശരീരം മുഴുവൻ, മുതുക് മുഴുവൻ ഇങ്ങനെ അടിപ്പിണരാൽ സൗഖ്യം തരാൻ വേണ്ടിയാണ് അങ്ങനെ വിപ്പിങ്സ്, ചാട്ടവാറടി ഏറ്റത്. ഒരു ഉഴവുചാൽ പോലെ ക്രിസ്തുവിൻ്റെ ശരീരം ഉറിഞ്ഞു അങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. അത് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ യേശു പറയുകയാണ്, അപ്പോസ്റ്റൽസ് ഓൾസോ, നമ്മൾ യേശു മാത്രമല്ല, അപ്പോസ്റ്റൽ എല്ലായിടത്തും പോയി they were healing the sick, they were doing miracles, they were doing wonders, and they were filled with the Holy Spirit. പരിശുദ്ധാത്മാവ് മാളികാമുറി വന്നു കഴിഞ്ഞ്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാണ് ഇവർ ഈ മിറക്കിളൊക്കെ ചെയ്ത്, ഈ ഹീലിംഗ് ഒക്കെ ചെയ്ത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണം. ആ അഭിഷേകം വന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാണ് ഞാൻ പ്രീച്ചിങ് തുടങ്ങിയത്, ഈ കമ്പാഷനേറ്റ് മിനിസ്ട്രി തുടങ്ങിയത്, പിന്നെ ഹീലിംഗ് മിനിസ്ട്രി തുടങ്ങിയത്, മിറക്കിൾസ് തുടങ്ങിയത്. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ മേൽ അഭിഷേകം, ആത്മാവിൻ്റെ വന്നു കഴിഞ്ഞാണ്, ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടിക്കഴിഞ്ഞാണ്. അങ്ങനെയും ദൈവം എല്ലാവർക്കും ആ അഭിഷേകം തരട്ടെ. യു ക്യാൻ ഓൾസോ ഡു ഹീലിംഗ് മിനിസ്ട്രി. എത്രയോ ബ്രോക്കൺ ആയിട്ട് നിങ്ങൾ അയൽലോകത്തൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കിക്കേ, എത്രയോ പേരാണല്ലേ തകർന്ന ഹൃദയമുള്ളവരെ അവരെ കൺസോൾ ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ദാനമാണ്. നിങ്ങൾ ആ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ.